example, people like Akhil Marar, a man who think that he's very secure, but I feel that the most insecure man I've ever seen in my life. Man or woman thinking that's an insult because you have never been with real women. എനിക്ക് റോബിനെ ഒന്നും പിന്നെ അത്ര ഞാൻ റോബിൻ്റെ പേര് അധികം ഇവിടെ എടുക്കാതെ എനിക്ക് റോബിനൊക്കെ അന്ന് ഐ ഫെൽറ്റ് ഹീസ് പ്രോബ്ലമാറ്റിക് എന്നുള്ളത് ഐ ഫീൽ he's not that very smart person who's ichiri avada vida problematic, the next door guy. They might be cheating on their wives, or their wives might be cheating on them, or they might have kids that they don't want. റിയാസിന് വളരെ എളുപ്പം ആളുകളെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും അതാ ഞാൻ നേരത്തെ റിയാസ് ആലേ ആണോ എന്നുള്ള കാര്യം ചോദിച്ചത്. കാര്യം ആണുങ്ങൾ പൊതുവെ മേക്കപ്പ് ഇടുന്നത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ആ ആണൊരു ഗേ ആയിരിക്കണം, ഗേ അറ്റ്ലീസ്റ്റ് ഒരു ബൈസെക്ഷനെങ്കിലും ആയിരിക്കണം, എന്നാലേ അവർ മേക്കപ്പ് ഇടാൻ പറ്റൂ. അതല്ലാതെ ആണുങ്ങൾ മേക്കപ്പ് ഇടുക, എസ്പെഷ്യലി ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടുക, ബ്ലഷ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ റിയാസ്, യു ഐഡന്റിഫൈ ആസ് എ മാൻ ആൻഡ് യു ഐഡന്റിഫൈ ആസ് എ മാൻ, യു വെയർ മേക്കപ്പ് ആൻഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ആളുകളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? I personally feel, let it be clothing ആവട്ടെ, മേക്കപ്പ് ആവട്ടെ, you don't need to gender it. ഇതൊന്നും ജെൻഡേർഡ് അല്ല. ഇതിന് നിങ്ങൾ ജെൻഡർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ് നോട്ട് മൈ പ്രോബ്ലം. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഔട്ട്ഫിറ്റ്സ് ആർ ലൈക്ക് മെയ്ഡ് ഫോർ നിങ്ങൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള സൊസൈറ്റീൻ്റെ കൊറിയോഗ്രാഫി അനുസരിച്ചിട്ട് ഈ ഡ്രസ്സ് സ്ത്രീകൾക്ക്, ഈ ഡ്രസ്സ് പുരുഷന്മാർക്ക്, മേക്കപ്പ് ഇസ് ഫോർ വുമൻ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മേക്കപ്പ് ആവാം പക്ഷേ ഇത്രയും മേക്കപ്പ് ആവാനേ പാടുള്ളൂ. ഓൾ ദ സ്റ്റാർസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഐഡലൈസ് ചെയ്യുന്ന ഓൾ ദി സ്റ്റാർസ് ആർ വെയറിങ് മേക്കപ്പ്, പക്ഷെ അവർ ഇത്രയും മേക്കപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ഫോർ യു. പക്ഷെ ഞാൻ ഇത്രയും മേക്കപ്പാണ് ചെയ്യുന്നത്, ദാറ്റ്സ് നോട്ട് ഓക്കെ ഫോർ യു. ഫോർ മീ this is part of my freedom. I love this. I identify as a man, and like ഞാൻ മരിക്കുന്നത് വരെ I'm going to identify as a man because I am proud to be a man, even though there are a lot of problems. Generally, other than ഇവിടുത്തെ പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് പുരുഷനായിട്ട് ഇരിക്കുന്നതിൽ കുറച്ച് നാണക്കേട് തോന്നണം എന്നല്ലാതെ I love being a man. Okay? So I think അതിൽ ഞാൻ പക്ഷേ നിങ്ങളുടെ ടൈപ്പുകൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ ഞാൻ റെഡിയല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഐ എം ഏർണിംഗ് മൈ ഓൺ മണി ആൻഡ് ഫോർ മീ ലൈക്ക് മൈ സെൽഫ് എക്സ്പ്രഷൻ ഇസ് പാർട്ട് ഓഫ് മൈ ഫ്രീഡം. ആൻഡ് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ദർ ഇസ് നോ വേ ദറ്റ് യു ഗോണ ഹാവ് എൻ ഒപ്പീനിയൻ അബൌട്ട് യു ഹാവ് എൻ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്, ബട്ട് ഹാവ് യുവർ ഓൺ. ലൈക്ക് ആ ഒപ്പീനിയൻ നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. യു ക്യാൻ കീപ് ബാർക്കിംഗ് അബൌട്ട് മൈ മേക്കപ്പ് ഓർ ഹൗ ഐ എക്സ്പ്രസ് മൈ സെൽഫ്. പക്ഷെ അതെന്നെ ഷേക്ക് ചെയ്യാൻ പോകുന്നില്ല. ട്രിഗർ ആവുന്ന ആൾക്കാർ വരുമ്പോൾ ഈ ആളുകളെ ഇളക്കി വിടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സമയത്ത് ഇപ്പോഴും ഉണ്ട് കുറേ ആൾക്കാർ ഒരു വെട്ടുകളി സംഘത്തിനെ ഇളക്കി വിടും. അവര് വന്ന് നമുക്ക് half of these men, they are just dumb. So that's they're done also, like they're dumb. I mean, they don't have brains actually. So I don't even talk about them. But then പക്ഷെ actively I feel weird when people who have voices, like people who actually like കുറേ മനുഷ്യന്മാർ കേൾക്കുന്ന പുരുഷന്മാർ when they just stand and say problematic things, that's when I feel weird. You know, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അവർ ആക്റ്റീവ്ലി അത് വെപ്പണൈസ് ചെയ്യുകയും ചെയ്തു. അത് ആക്റ്റീവ്ലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇവരുടെയൊക്കെ ഏറ്റവും ഓഡിയൻസ് പോലും കുഞ്ഞുങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഈ 15 വയസ്സുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാത്ത കുട്ടികളായിരുന്നു അവരുടെ ഓഡിയൻസും. സോ അവർക്ക് കറക്റ്റ് ഫീഡ് ചെയ്ത് അവർക്കൊരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി they did a lot of things and it worked for them. പക്ഷേ എനിക്ക് ആക്റ്റീവ്ലി ഇപ്പോഴും ഐ ഫീൽ വിയേർഡ് വെൻ പീപ്പിൾ ഹൂ ഹാവ് എ സ്ട്രോങ് വോയിസ്, പീപ്പിൾ ഹൂ ടോക്ക് അബൌട്ട് പൊളിറ്റിക്സ്, പീപ്പിൾ ഹൂ ഹാവ് എൻ ആക്റ്റീവ് ഓഡിയൻസ്, who have like a chiri smartness but confused about their morals. You know, ഞാൻ ഇങ്ങോട്ട് ചാടണോ, like I don't know where exactly I'm standing in life എന്ന് തോന്നുന്ന ആൾക്കാരെ അവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് കാണുമ്പോൾ ഇറ്റ് ഫീൽസ് വിയേർഡ് ബിക്കോസ് I personally know it's affecting a lot of people's life. അത് കുറേ മനുഷ്യന്മാർക്ക് പേഴ്സണലി ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അവരുടെ ഓൺലൈൻ ഹേറ്റ് റിയൽ ലൈഫ് ഹേറ്റിലായിട്ട് ആയി മാറുന്നുണ്ട്. People might be like, committing suicide because of that. അല്ലെങ്കിൽ people might be having panic attacks because of that. അല്ലെങ്കിൽ people might be getting attacked on streets because of that. That is problematic. That's weird. Example, people like Akhil Marar, a man who think that he's very secure, but I feel that the most insecure man I've ever seen in my life. At the same time, like very much double standard. അത് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പറയും
ഇങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റരുതെന്ന് പറയുന്നത് തെറ്റാണ്. അറ്റ് ദ സെയിം ടൈം വേറെ വീഡിയോയിൽ ഒന്ന് പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വന്തം പാരൻസ് പോലും വീട്ടിൽ കയറ്റുന്നില്ല, അപ്പൊ എന്റെ വീട്ടിലും കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയണമായിരുന്നു. പറയുന്നതിന് എന്താ Yeah, കുഴപ്പം? yeah, then that person misgender me. Then they call a man a woman, thinking that's an insult because he have never been with real women. I'm sure he might have like one or two women in his life who might not understand what actually means womanhood, because probably they might have submitted to men like this, you know. സോ അങ്ങനെയുള്ള ആൾക്കാർ ദേ കോൺസ്റ്റന്റ്ലി ലൈക്ക് അവരുടെ ഓഡിയൻസിനെ വളരെ I'm sure like people who are smart and empathetic and educated might not be on this people's side. കാരണം ഇവർക്ക് മനസ്സിലായി ഇവർ ചെയ്യുന്നതും പറയുന്നതും കാര്യങ്ങളുടെ എഫക്റ്റ് എങ്ങനെയാണ് ആക്ച്വൽ റിയൽ ലൈഫിലേക്ക് വരുന്നതെന്ന്. എക്സാമ്പിൾ, നമ്മൾ ആക്റ്റീവ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോയിട്ട് വി ആർ സെയിങ് ഇങ്ങനെയുള്ള ആൾക്കാരെ നോർമലൈസ് ചെയ്യാൻ പാടില്ല and all of that. Imagine about a kid sitting in their home, like പാരൻസുമായിട്ട് ഇരുന്ന് ടി വി കാണുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യണം. ദർ ഓൾറെഡി ഫീലിംഗ് സോ മച്ച് പെയിൻ ഇൻസൈഡ് റിഗാർഡിംഗ് ദർ ജെൻഡർ ഓർ സെക്ഷുവാലിറ്റി, ഹൗ മച്ച് ദേ ആർ ഫീലിംഗ് വിയർഡ് അബൌട്ട് themselves. You know, people hate themselves at this age, right? When just they grow up, they're understanding ബാക്കിയുള്ള ആൾക്കാരുടെ ചുറ്റിന് പോലും അല്ല ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ then I have to fit in somehow എന്ന് ആലോചിക്കുമ്പോൾ തന്നെ the self hatred start there. Then somehow they are trying to come out of this. പക്ഷേ വീട്ടിൽ ഒരുമിച്ചിരുന്ന് they are consuming these kind of content. Imagine how difficult that would be. True. So, and these people don't care how problematic that is. And how problematic that കേരളത്തിൽ ലൈക്ക് ഇങ്ങനെയുള്ള ഷോകളുടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ കാണുന്ന കോണ്ടന്റിന്റെയോ മെജോറിറ്റി ഓഡിയൻസ് യു ഫീൽ ആർ വിത്ത് ദം, ഈവൻ ദോ ദാറ്റ്സ് എൻറ്റയർലി നോട്ട് ദ ട്രൂത്ത്. ഹേറ്റ് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും കോമന്റ് സെക്ഷൻ മേലെ, ബട്ട് പോസിറ്റിവിറ്റി ഓൾവേസ് ഡോണ്ട് റിഫ്ലക്ട്. ദർ ആർ എ ലോട്ട് ഓഫ് അമേസിംഗ് പീപ്പിൾ ഹു ആർ എംപത്തറ്റിക്, ഹു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്, ഹു ആർ സ്മാർട്ട് ആൻഡ് എഡ്യൂക്കേറ്റ്. ബട്ട് എഡ്യൂക്കേഷൻ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. But yeah, so I really hope people understand, especially people who have like you know, ഇങ്ങനെയുള്ള റെസ്പോൺസിബിൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാനും ലൈക്ക് അവരുടെ വേർഡ്സ് എങ്ങനെ ഉപയോഗിക്കണം. ഐ റിയലി ഹോപ്പ് ദേ ലേൺ സംഹൗ. ഈ ഇതുപോലെയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ഉയർച്ച താഴ്ചയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ, പുള്ളിക്ക് ഭയങ്കര ഒരു ഉയർച്ചയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആളുടെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സോറി അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ആളുടെ പൊടി പോലും ഇല്ല ഇപ്പോൾ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെ. ഇപ്പം ആള് ഒട്ടും ചിലപ്പോൾ ആളുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ ആയിട്ട് മാറിയതായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഉയർച്ച താഴ്ചകൾ റിയാസ് കാണുന്നുണ്ടല്ലോ ആളുകളുടെ? അപ്പോൾ അതിനെങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ലൈക്ക് എനിക്ക് റോബിനൊന്നും പിന്നെ അത്ര ഞാൻ റോബിന്റെ പേര് അധികം എവിടെ എടുക്കാതെ എനിക്ക് റോബിനൊക്കെ അന്ന് ഐ ഫെൽറ്റ് ഹീസ് പ്രോബ്ലമാറ്റിക് എന്നല്ലാതെ ഐ ഫീൽ he's not that very smart person who's ichiri avada vida problematic, the next door guy. So I really don't care about what he does. I don't think he's actively like, you know, affecting people's life. Big Bossന്റെ വിന്നിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാറ്റഗറി ഓഫ് പുരുഷൻ ഒബ്വിയസ്ലി അങ്ങനെയുള്ള പുരുഷന്മാരാണല്ലോ ഇപ്പൊ എല്ലാ വർഷവും. നമ്മളിപ്പം ഇനിഷ്യലി മുതൽ എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് ഓൾവേസ് ദ പ്രോബ്ലമാറ്റിക് മാൻ. കാരണം പ്രോബ്ലമാറ്റിക് ആയാലേ കേരളത്തിൽ ജീവിക്കുന്ന മെജോറിറ്റി ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും ട്രിഗർ ആവുന്ന കാര്യമാണ്, പക്ഷെ കേരളത്തിൽ ജീവിക്കുന്ന കുറെ മെജോറിറ്റി ഓഫ് ഈ ഓഡിയൻസും പ്രോബ്ലമാറ്റിക് ആൾക്കാർ തന്നെയാണ്. ബിക്കോസ് ആൻഡ് മേജർലി വൈ ബിക്കോസ് കേരളം ഇസ് ലൈക്ക് എന്താ കേരളം ഭയങ്കര ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിച്ച് it's not a rich state. ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും a lot of poor people അല്ലെങ്കിൽ നമ്മൾ നോർമൽ മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. സോ മിഡിൽ ക്ലാസ്സിൽ പല ആൾക്കാരും ഫ്രീഡം ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. യുനോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇപ്പൊ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെയല്ലല്ലോ കേരളത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നത്. സോ ഫ്രീഡം ടേസ്റ്റ് ചെയ്യാത്ത മനുഷ്യർക്ക് ഫ്രീഡമോടെ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന ജലസി ഇസ് സംതിങ് that's extremely weird. അത് അവർക്ക് അടക്കി വെക്കാനും പറ്റത്തില്ല. So what they do, they support people who are problematic. അല്ലെങ്കിൽ ഫ്രീഡത്തോടെ ജീവിക്കുന്ന കാണുന്ന മനുഷ്യരുടെ പീപ്പിൾ ഹൂ ഹാവ് ദെയർ ഓൺ ചോയ്സസ് അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതം ഡിഫിക്കൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് they will try. And all these people, especially people who spread hate, have so much hatred and everybody's pretending. You know, everybody, because I'm sure all these people are in like terrible marriages. They might be cheating on their wives, or their wives might be cheating on them, or they might have kids that they don't want. I mean, in terms of they might not like
ഇപ്പൊ കുട്ടികൾ വേണ്ടാന്ന് വിചാരിച്ച് കുട്ടികളായി പോകുന്ന ആൾക്കാര്, then എല്ലാരും they're all sucked into a life that's been choreographed by the society. ഈ സമയത്ത് എനിക്ക് കല്യാണം കഴിക്കണം, ഈ സമയത്ത് എനിക്ക് കുട്ടികൾ വേണം, then I might have like few horrible friends and I like don't have a life after that. എനിക്ക് അതിന് പുറത്ത് വേറൊരു ജീവിതമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ who hates their life so much actively try to make other people's life difficult because that's only their coping mechanism, and all I have to say is heal. Go to therapy.